ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മളെ യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻ്റെ മുന്നേ നമുക്കൊരു കുറച്ച് ടെസ്റ്റ് പ്രോസസ്സ് തരും. ആ ടെസ്റ്റ് നമ്മൾ പാസ്സാവുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും അനിവാര്യമാണ് ഈ മാനിഫെസ്റ്റേഷൻ. അപ്പം ആ ടെസ്റ്റ് എങ്ങനെ പാസ്സാവാം, എങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിൻ്റെ മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് കുറേ കോൾസ് വരുന്നുണ്ട്. കോൾസിൽ പലതും പൈസ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഫ്രീ സെഷൻ കൊടുക്കുന്നില്ല. എന്ത് തന്നെയായാലും നിങ്ങൾ വീട്ടമ്മയാണെങ്കിലോ സ്റ്റുഡൻസ് ആണെങ്കിലോ ഇനി വയ്യാത്ത ആളാണെങ്കിലോ ഇത് ബെയർ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാർ എന്നെ വിളിച്ച് സംസാരിക്കാൻ നോക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ഒരിക്കലും അറ്റൻഡ് ചെയ്യില്ല. ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് നെവർ ഗിവ് ഇറ്റ് ഫോർ ഫ്രീ എന്നാണ്. സോ ഞാനിപ്പോൾ ആ മോഡലാണ്. ആൻഡ് എനിക്കങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും അങ്ങനത്തെ ഒരു കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ യെസ്, ഞാൻ പെയ്ഡ് ആണല്ലോ അറ്റ്ലീസ്റ്റ് എന്നെങ്കിലും എനിക്ക് സമാധാനിക്കാം. അപ്പം ഞാൻ ഒരിക്കലും ഫ്രീ സെഷൻ തരില്ല. അതിന് ചിന്തിക്കുകയും വേണ്ട, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുകയും വേണ്ട. പിന്നെ ദയവ് ചെയ്ത് ആരും ഒരു ദിവസം വിളിച്ചിട്ട് എത്രയോ 4 മാസമോ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ അല്ലെങ്കിൽ 3-4 ദിവസം മുന്നെയോ വിളിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം നോക്കിയിട്ട് അത് വർക്കായി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറയുമ്പോൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്ന് എത്ര ദിവസം മുന്നേ വിളിച്ചതാണ്, ഇന്ന കാര്യമായിരുന്നു, ഇത് നടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഇത് സ്വന്തം അത് നടന്നിട്ടൊന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എനിക്ക് മനസ്സിലാവത്ത് പോലുമില്ല. അപ്പം രണ്ടാമത്തെ കാര്യം അത്. പിന്നെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്കിപ്പോഴും വാട്സാപ്പിൽ നമ്പർ അവൈലബിൾ ആണ്. അതിലേക്ക് നിങ്ങൾക്ക് സെഷൻസിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ആ രീതിക്കാണ് ഞാൻ കൊടുക്കുന്നത്. 20 മിനിറ്റ്സിന് 850 ആണ് പ്രൈസ്. 30 മിനിറ്റ്സിന് 1000 ആണ്. നിങ്ങൾക്ക് ഒരു കുറച്ചധികം ഡീപ്പായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000 എടുക്കുന്നതായിരിക്കും നന്നാവുക. കാരണം 20 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. 20 മിനിറ്റ്സിൽ ആ 20 മിനിറ്റ്സിൽ കട്ടായി പോയാൽ നിങ്ങൾ വീണ്ടും ഇത്രയും പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ ആദ്യം തന്നെ 1000-ൻ്റെ എടുക്കുന്നതാണ് നല്ലത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക പല കാര്യങ്ങളും പല ടെക്നിക്സും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ വിഷ്വലൈസേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു ടെക്നിക്കും മാനിഫെസ്റ്റേഷൻ ഒന്നും അറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ പിന്നാലെ വരുന്നതാണ്. അതും മാനിഫെസ്റ്റേഷനാണ്. നമുക്കത് അറിയാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ടെക്നിക്സ് അറിയാം, ഈ കാര്യങ്ങൾ അറിയാം, ഇന്ന ടേംസ് അറിയാം, പക്ഷേ അതല്ലാതെയും മനുഷ്യനിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾക്ക് മുന്നേ നമുക്കൊരു സാധനം നമ്മൾ ചോദിച്ച സംഭവം യൂണിവേഴ്സ് തരുന്നതിന് മുന്നേ കുറച്ച് ടെസ്റ്റുകളൊക്കെ വയ്ക്കും. ആ ടെസ്റ്റ് നമ്മളൊന്ന് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മൊത്തം അളവിലുള്ളൊരു ഔട്ട്പുട്ട് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്കുണ്ടാവുള്ളൂ. സോ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, ചിലപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ച് അത് വേണ്ട നിരാശ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഇത് കൊണ്ടുതരാം. അപ്പോഴേക്കും നമ്മൾ വേറെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടാവും, അതിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇത് തരുന്നത് ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത മാനിഫെസ്റ്റേഷൻ നമുക്ക് വർക്കാവുള്ളൂ. കാരണം ഇത് ഓക്കെ ആവണം. അപ്പം നമ്മൾ പോണ സമയത്താണ് ഇത് വരുന്നതെങ്കിൽ ഇതിനെ ഗ്രാബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് അതിന് ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പം ഒരു കടയിൽ പോയി ഒരു ബ്ലാക്ക് ഡ്രസ്സിന് പോയി ബ്ലാക്ക് ഡ്രസ്സ് കണ്ടില്ല. അവസാനം നമ്മൾ വേറൊരു ഡ്രസ്സ് എടുത്ത് തിരിച്ചു വരിക. നമ്മൾ അതിലേക്ക് ഓക്കെ ഇത് മതിയിനി എന്നുള്ളത്. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ഡ്രസ്സ് അവിടെ കണ്ട് അപ്പം നമ്മളത് വാങ്ങിയിരിക്കണം. അല്ലാതെ അതിനെ അവിടെ ഇട്ടിട്ട് പോകരുത്. അത് മാനിഫെസ്റ്റേഷൻ്റെ ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ ഒരു കാര്യം നമ്മൾ സീക്ക് ചെയ്ത് നമ്മൾ അതിനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത് കിട്ടുന്നവരെ അവിടെ അതിന് പിന്നാലെ പോകണമെന്നാണ്. അത് കിട്ടിയില്ല, നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മുന്നിൽ തടഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ, ഇനി എനിക്ക് വേണ്ട. ഈ രീതി യൂണിവേഴ്സിൻ്റെ അടുത്ത് വർക്ക് ആവില്ല. നമ്മൾ ഇനിയുമുള്ള മുന്നോട്ടുള്ള മാനിഫെസ്റ്റേഷനും അത് ഇമ്പോർട്ടൻ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ കുഞ്ഞായിരിക്കാതിരിക്കുക. ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ് കണ്ട്, നമ്മളല്ലെങ്കിൽ ഒരു പിസ്സ ഷോപ്പിൽ കയറി എന്തെങ്കിലും. അപ്പം നമ്മൾ ചെറിയ കുട്ടികളുടെ ഒരു ആഗ്രഹം എപ്പോഴും വലിയ രീതിയിൽ വലിയ സംഭവമായിട്ട് കാണും. പക്ഷേ അവർക്കത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ, അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ എന്ന് പാരൻസിന് അറിയില്ല പ്രോപ്പറായിട്ട്.
അപ്പോൾ അവരത് വെറുതെ കളയും, അത് ബാക്കി സ്പോയിലാവും. അതുകൊണ്ട് ഒരു ഐസ്ക്രീം ചോദിക്കുകയാണെങ്കിൽ ട്രിപ്പിൾ സ്കൂപ്പിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടാണ് അത് വേണമെന്ന് പറയാം. അപ്പം നമ്മളത് അതും തരില്ല, 1 സ്കൂപ്പ് കുടിക്കി, വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി അഡീഷണൽ വാങ്ങിക്കാം, എന്നിട്ട് നിങ്ങൾക്കത് അതും കഴിക്കാൻ പറ്റുമെങ്കിൽ 3ാമത്തെ. പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ ചോദിക്കുമ്പം ഓക്കെ പറ്റുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് ചോദിക്കുന്ന കൊടുത്തേക്കാം എന്നുള്ളൊരു ഫീല് നമുക്ക് വരും അല്ലേ. സോ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അപ്പം ഒരു വലിയ ബൾക്ക് ഓഫ് മണി ആയിരിക്കും, നമ്മളിപ്പോൾ നടന്നു പോകുമ്പം ചിലപ്പോൾ 10 റുപ്പീസ് ആയിരിക്കും വീണിട്ടിട്ടുണ്ടാവുക, 10 രൂപ ഇട്ടിട്ട് എന്ത് കാര്യം എന്നാണ് നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ അവിടെ സ്റ്റോപ്പായി. സോ അതൊരു ടെസ്റ്റിംഗ് ആണ്. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ തൊട്ട് വലിയ കാര്യങ്ങളിലേക്ക് വരെ നിങ്ങൾ ആഗ്രഹം സാഫലീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണത്. സോ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നമ്മളെ കൊണ്ട് അത് കഴിയും എന്ന് കാണിച്ചു കൊടുക്കണം. ചിലപ്പോൾ നിങ്ങളൊരു കമ്പനിയുടെ മാനേജർ ആവാൻ ആഗ്രഹിച്ചു, പക്ഷേ ആ കമ്പനി നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കണം വേറൊരു കാര്യത്തിന്. അപ്പം ഞാൻ വിചാരിച്ചതല്ലല്ലോ, ഞാൻ അതിൽ പോവില്ല, അടുത്തത് അതല്ല. ചിലപ്പം നിങ്ങൾക്കത് തുടക്കമാണ്, അവിടെ നിങ്ങൾ പോയി നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അത് പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രൊമോഷനിലൂടെ ആയിരിക്കും മറ്റേത് കയ്യിൽ കിട്ടുക. സോ നിങ്ങൾ ബേസിക്കലി നിങ്ങളത് ഫിറ്റാണോ എന്ന് അറിയാൻ വേണ്ടി യൂണിവേഴ്സ് ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതല്ല ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടെങ്കിൽ യു ഹാവ് ടു ഗ്രാബ് ഇറ്റ്. അത് അടുത്ത പൊസിഷനിലേക്ക് ചിലപ്പം യൂണിവേഴ്സിൻ്റെതായ വഴികളുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച അതേ വഴിയിലൂടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ കറക്റ്റ് പറയുന്നത് എന്ത് പോസിറ്റീവായിട്ടുള്ള എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലൂടെ മണി എൻ്റെ അടുത്തേക്ക് വരണം എന്ന് നമ്മൾ അഫർമേറ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം ചിലപ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് ആയി എന്തെങ്കിലും വലിയ മേജർ ഇഷ്യൂ ആയിട്ടായിരിക്കും പൈസ കയ്യിൽ വരുന്നുണ്ടാകും. അതായത് മണി വരുന്നുണ്ട്, മണി വന്നാൽ മാത്രം പോരാ, അത് നമ്മളെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള മണിയായിരിക്കണം. ചിലപ്പോൾ ആർക്കും എന്തെങ്കിലും പറ്റിയിട്ട് അതിൻ്റെ കോമ്പൻസേഷനായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത്, അങ്ങനെ കിട്ടിയിട്ടും കാര്യമില്ല. സോ നമ്മൾ എപ്പോഴും മണീനെയൊക്കെ അഫർമേറ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായ വഴികളിലൂടെ എന്നെ ഹാപ്പി ആക്കുന്ന രീതിയിലേക്ക് മണി വന്നു വേണം അഫർമേറ്റ് ചെയ്യാൻ. ദെൻ രണ്ടാമത്തെ കാര്യം ഇതാണ്. സോ നമ്മൾ എപ്പോഴും ചെറുതായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം ആഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വലിയൊരു ഫ്ലെക്സ് ബോർഡിൽ ഞാൻ വരണമെന്ന്. ഡെഫിനറ്റായിട്ട് ഞാൻ വരും. പക്ഷേ എനിക്കതിന് മുന്നേ ഇപ്പോൾ കിട്ടുന്നത് കുഞ്ഞു ആഡ്സുകളാണ്. ചിലപ്പം ഈ ആഡിൽ ഏതെങ്കിലും ഒന്ന് കയറി ക്ലിക്കായിട്ടായിരിക്കും ഞാൻ അവിടെ എത്തുക. ഞാൻ അതിനെ ഗ്രാബ് ചെയ്തു, ഞാൻ അതേ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെയില്ല, എനിക്ക് കിട്ടിയ അവസരം ഞാൻ എടുത്തു. പിന്നെ അടുത്തത്, ഈ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞിട്ട് നമ്മൾ സ്വയം മറക്കുന്നുണ്ടോ? അതായത് കുഞ്ഞു കാര്യങ്ങളാണ് തന്നെങ്കിലും അതിൻ്റെ മേലേക്ക് നമ്മൾ അത് ചെയ്യാതെ നമ്മൾ അതിൽ തന്നെ ഓക്കെ ആയിട്ട് കംഫർട്ടബിളായിട്ട് മാറുന്നുണ്ടോ? അപ്പോഴും നമ്മൾ ഐസ്ക്രീമിൻ്റെ കേസ് ആലോചിക്കുക. നമ്മളിപ്പോൾ ഒന്ന് മുഴുവൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ വയറ് ഫില്ലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫില്ലാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ അതല്ലാതെ നിങ്ങൾ അടുത്ത അവസരത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? വെറുതെ അഫർമേറ്റ് ചെയ്തിട്ട് മാത്രം അല്ലെങ്കിൽ ടെക്നിക്സ് ചെയ്തിരുന്നിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ വഴികളൊക്കെ തേടണം. അപ്പം നമ്മൾ ഡോർസ് ഉണ്ടോയെന്ന് മുട്ടി വാൾസിൽ നോക്കിയാലേ എവിടെയാണ് പെർട്ടിക്കുലർ ഡോറെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാം ഒരേപോലത്തെ സ്ഥലമാണെങ്കിൽ. അപ്പം നമ്മളെല്ലാം ഒരേപോലത്തെ ഒരു സ്ഥലത്താണുള്ളത്. അപ്പം നമ്മൾ മുട്ടിക്കൊണ്ടേ ഇരിക്കണം, അപ്പോൾ സ്ഥലത്ത് ഓപ്പൺ ആവും. അതും മൂന്നാമത്തെ കാര്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളിൽ ഈ കുഞ്ഞു കാര്യങ്ങൾ നേടി നിങ്ങൾക്ക് കിട്ടുമ്പം നിങ്ങൾ യൂണിവേഴ്സിനെ പഴി പറയുകയാണോ അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വിഷയം. അതും ഒരു ടെസ്റ്റിംഗ് ആണ്. സോ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് മോഡിലായിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ മണീനെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നൊരു കാര്യം നിങ്ങളുടെ ഡെപ്സുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വിസിബിളായിട്ട് ഫസ്റ്റ് വരുന്നത്. കാരണം നിങ്ങൾ അപ്പം മൈനസിലാണ്, നിങ്ങളത് സീറോയിൽ എത്തിക്കണമെങ്കിൽ നിങ്ങൾ ആ ഡെപ്സിനെക്കുറിച്ച് കൺസിഡർ ചെയ്ത് നിങ്ങളതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് മീറ്റ് ചെയ്ത് അപ്പം മാത്രമേ നമ്മൾ സീറോയിലെത്തൂ. സീറോ എന്നാണ് പ്ലസ്സിലേക്ക് പോകുന്നത്. സോ നെഗറ്റീവ് നിന്ന് ഡയറക്റ്റ് ഒരു പ്ലസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അത് അവിടെ വെച്ചുകൊണ്ട് കുറേ മണി നമ്മുടെ കയ്യിൽ നിന്നുള്ളതല്ല, നമ്മുടെ എല്ലാ മുന്നേയുള്ള എല്ലാ ഡെപ്സൊക്കെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്ന് ചിലതൊക്കെ പെട്ടെന്ന് ഇതിപ്പോൾ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്ന് നമ്മുടെ മുന്നിലേക്ക് ചിലപ്പോൾ നോട്ടീസൊക്കെ ആയിരിക്കും വരിക. അത് നമ്മൾ അടയ്ക്കേണ്ടതാണ്. അപ്പം നമ്മളെന്താ അഫർമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇതാണോ എൻ്റെ ബാധ്യതകളാണോ മുന്നിൽ വരുന്നത്? ഈ ബാധ്യതകൾ കഴിയണം സീറോയിലേക്ക് എത്താനുള്ളത് മറക്കരുത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ മാനിഫെസ്റ്റേഷനെ ടെസ്റ്റ് ചെയ്യുന്ന
ഒരു രീതി. അതിനെ ഏറ്റവും മാന്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിനെയും സീക്ക് എന്തിനാണോ അതിൻ്റെ ലോ ലെവൽ ഓഫ് തിങ് ആണ് കിട്ടിയതെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് വീണ്ടും അതിനേക്കാളും മേലെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. യൂണിവേഴ്സിനറിയാം, യൂണിവേഴ്സ് തരേണ്ട സമയത്ത് നിങ്ങൾ അത്ര ടൈമൊന്നും യൂണിവേഴ്സിന് ഇതൊന്നും വേണ്ട. നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തും ചിലപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടൊന്ന് ആഗ്രഹിച്ചാൽ ഇത് നമുക്കാണ് ഇവിടെ ഇന്ത്യയും അമേരിക്കയും ഒക്കെ ഉള്ളത്. പക്ഷേ പുള്ളിക്കതൊന്നുമില്ല, ഒന്നും വിഷയമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ചിന്തിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിനെ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിനെ നിങ്ങൾക്ക് എളുപ്പം മാനിഫെസ്റ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്നെ ഡൗട്ടുള്ള കാര്യങ്ങൾ, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, കാരണം ഇതിൽ ബിലീവ്, ട്രസ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് ഇറ്റ് ഗോയും ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് ഇറ്റ് ഗോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ പല കാര്യങ്ങളും വർക്ക് ആകാത്തത് ലെറ്റ് ഇറ്റ് ഗോ വർക്ക് ആകാത്തതുകൊണ്ടാണ്. സോ എല്ലാവർക്കും ഇതെല്ലാം സാധിക്കട്ടെ. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഇനി മാനിഫെസ്റ്റേഷൻ്റെ ടെസ്റ്റിങ് നമുക്ക് സക്സസ് ആയിട്ട് ജയിക്കാം.